ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. സിജിയെക്കുറിച്ചാണ് ഏറ്റവും അവസാനമായി അപവാദം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോട് വിയോജിച്ചാൽ ഞങ്ങൾ ആരെയും ടാർഗറ്റ് ചെയ്യും. ലീഗിനെ, മുസ്ലിം ലീഗിന് മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്ന പണിയാണ് CPM അവരുടെ മുന്നേറ്റ ജാഥയിലെടുത്തത്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ എന്നോട് ചോദിച്ചു, ഇതിനൊക്കെ മറുപടി പറയണ്ടേ? പിണറായി വിജയന്റെ പാർട്ടി മുസ്ലിം ലീഗിന് മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ചു കൊടുക്കുകയാണ്. ആരാണ് കൊടുക്കുന്നത്? AKG സെന്ററിൽ നിന്ന് വ്യാപാരികൾക്ക് സ്റ്റാൻഡേർഡ്സിന്റെ ISO സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്ന പോലെ മുസ്ലിം ലീഗിന് മതേതര സെക്യുലർ ക്രെഡൻഷ്യലിന്റെ സർട്ടിഫിക്കറ്റ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ പോലെ അടിച്ചു കൊടുക്കുന്നത് AKG സെന്ററിൽ നിന്നാണ്. ഞങ്ങൾ പലയിടത്തും പറഞ്ഞതാണ്, ഇവിടെയും ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ലീഗ് പാർട്ടിക്ക് നിങ്ങളുടെ മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടെന്നല്ല, നിങ്ങൾ തന്നിട്ടുണ്ട്. 1967 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 916 കാരറ്റുള്ള മതേതര പാർട്ടിയാണ് എന്ന് ഏലമനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്ന സർട്ടിഫിക്കറ്റ് കോഴിക്കോട്ടെ ലീഗ് ഓഫീസിൽ ചെതലരിക്കാതെ ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ EMSന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ PG സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകുമ്പോൾ എന്തിനാണ് പരാജയരാഘവന്റെ അംഗനവാടി നിലവാരത്തിലുള്ള സർട്ടിഫിക്കറ്റ്? വിജയരാഘവൻ ഒന്നും മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ നേരം കളയുന്നില്ല. അദ്ദേഹത്തിനൊക്കെ സോഷ്യൽ മീഡിയ നല്ലോണം മറുപടി കൊടുക്കുന്നുണ്ട്. വിജയരാഘവന്റെ വാപ്പൊളിച്ച് നിൽക്കുന്ന ചിത്രം, തൊട്ടടുത്ത് ഒരു സെപ്റ്റിക് ടാങ്കിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോളാണ്. എന്ന് പറഞ്ഞാൽ വിജയരാഘവന്റെ വാത്തുറന്നാൽ സെപ്റ്റിക് ടാങ്കിന്റെ മാലിന്യത്തിന്റെ മണമാണ് എന്ന് കേരളത്തിലെ ചെറുപ്പക്കാരൻ IT പ്രൊഫഷണലുകൾ രാഷ്ട്രീയം വിലയിരുത്തുന്ന ഒരു കാലത്ത് ഞങ്ങൾക്കിതൊന്നും സാഹസപ്പെട്ട് പറയേണ്ടി വരില്ല. അങ്ങനെ ഞങ്ങൾക്കൊക്കെ മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്ന പരാജയരാഘവൻ വിജയരാഘവൻ എന്നാണ്. വിജയരാഘവൻ എന്ന് നിങ്ങൾ നോട്ടീസിൽ കാണുമ്പോൾ ആ എക്ക് ചുറ്റും ഒരു വട്ടം സങ്കല്പിക്കാവുന്നതാണ്, അഡൾട്ട് ഒൺലി എന്ന വട്ടം. ഇക്കാലം അത്രയുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോ അശ്ലീല വിജയരാഘവൻ എന്ന് പറയുന്ന ഈ പരാജയരാഘവൻ നിങ്ങൾ എല്ലാ മണ്ഡലത്തിലും, ഇന്നലെ മുരളി പറഞ്ഞിട്ടുണ്ട്, 140 മണ്ഡലത്തിലും വിജയരാഘവനെ പ്രസംഗിച്ചാൽ പാട്ടും പാടി ജയിക്കാൻ UDFന് രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടാകും എന്ന് UDFന്റെ ശക്തനായ അമരക്കാരൻ പ്രിയപ്പെട്ട മുരളീധരൻ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ നിങ്ങളിങ്ങനെ CPM വർഗീയത, ആധുനിക കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും CPM വർഗീയത. യൂത്ത് ലീഗിന്റെ യോഗത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാതെ നിങ്ങൾ സംസാരിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിമർശനം ഉന്നയിക്കരുത്. ഉപോത്ബലകമായ തെളിവുകളോടെ ഞങ്ങൾ ഇത് പറയുന്നു. CPM വർഗീയത, അപ്പോൾ BJP വർഗീയത എന്നല്ലേ പറയേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. BJP വർഗീയത എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് പോസ്റ്റും കാൽ എന്ന് പറഞ്ഞ മാതിരിയാണ്. BJP എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്, വർഗീയത എന്ന് പറഞ്ഞാൽ RSS ആണ്, RSS എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. പോസ്റ്റും കാല് പോസ്റ്റാണ്, പോസ്റ്റ് കാലാണ്. അതുപോലെ BJP വർഗീയത എന്ന് ആവർത്തിച്ചു പറയേണ്ടതില്ല. CPM വർഗീയതയാണ് കേരളം നേരിടുന്ന പ്രശ്നം. നിങ്ങൾ ഏറ്റവും നല്ല BJP ആകാൻ BJPയോട് മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് CPMനോട് പറയാനുള്ളത്, ഈ കളിയിൽ നിങ്ങൾ തോൽക്കും. ഒറിജിനൽ വർഗീയതയെ കിട്ടുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വർഗീയതയെ തെരഞ്ഞെടുക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നുണ്ടാകുമ്പോ പശ്ചിമ ബംഗാളിലെ പോലെ, ത്രിപുരയിലെ പോലെ പുരാവസ്തു കേന്ദ്രത്തിലേക്ക് നിങ്ങളുടെ പാർട്ടി മാറും എന്ന് വാണിംഗ് തരാൻ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ആ CPM വർഗീയതയുടെ ബ്രാൻഡ് അംബാസഡറായി നിങ്ങൾ തെരുവുകളിൽ നടത്തിയ നവോത്ഥാനത്തിന്റെ മതിൽ ഞങ്ങൾ മറന്നിട്ടില്ല. CP സുഗതനൻ എന്ന പരിഷ്കർത്താവിനെ KT ജലീൽ പരിചയപ്പെടുത്തി. ആരാ CP സുഗതൻ? ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർക്കാൻ വേണ്ടി കർസേവ പോയ CP സുഗതൻ. മസ്ജിദിന്റെ മുനാരങ്ങൾ തകർന്നു വീണപ്പോ 500 കൊല്ലക്കാലം അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച ബാബറി, 5 നൂറ്റാണ്ടുകാലം പടച്ച തമ്പുരാന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ബാബറിയുടെ താഴികക്കുടങ്ങളിലേക്ക് RSSകാരൻ നിറച്ചു കയറുമ്പോ ജയ് ശ്രീറാം വിളികളോടെ ഫൈസാബാദിന്റെ തെരുവുകളിൽ കർസേവകനെ പോലെ നിന്ന CP സുഗതൻ, കർസേവകനായി നിന്ന CP സുഗതൻ തീർന്നില്ല. അദ്ദേഹം ഫൈസാബാദിന്റെ മണ്ണിൽ നിന്ന് തിരിച്ചു വരുമ്പോ ബാബറി മസ്ജിദിന്റെ സുലയും ശേഖരിച്ചിട്ടാണ് അദ്ദേഹം വീട്ടിൽ വന്നത്. CP സുഗതന്റെ വീട്ടിൽ ഇപ്പോഴും ബാബറി മസ്ജിദിന്റെ ധ്വംസനത്തിന് വേണ്ടി പുറപ്പെട്ട കർസേവയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ച ശിലയുടെ ശേഷിപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ CP സുഗതനെയാണ് സാമൂഹിക പരിഷ്കർത്താവായി KT ജലീലും പിണറായി വിജയന്റെ ഭരണകൂടവും തെരുവിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾ ശബരിമലക്ക് വേണ്ടി എത്ര കേസ്? 3000 കേസ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ശബരിമല സ്വാമിമാർക്ക് വെള്ളം കൊടുത്തപ്പോ നിങ്ങൾ വിളിച്ചത് അയ്യപ്പ ലീഗ് എന്നാണ്.
ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങൾ അയ്യപ്പ ലീഗാണ്, ഞങ്ങൾ എന്ന അഭിമാനത്തോടെ പറയുന്നു. മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് എത്രമേൽ അവകാശപ്പെട്ടതാണോ അത്രമേൽ UC രാമൻ അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എത്രമേൽ അവകാശപ്പെട്ടതാണോ അത്രമേൽ AP ഉണ്ണികൃഷ്ണൻ അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എത്രമേൽ അവകാശപ്പെട്ടതാണോ അത്രമേൽ ജയന്തിക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അയ്യപ്പ ലീഗ് എന്ന് ഞങ്ങളെ വിളിക്കുമ്പോ അത് ഞങ്ങൾക്കുള്ള ക്രെഡിബിലിറ്റിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ് ശബരിമല വിഷയത്തിൽ? ശബരിമലയിലേക്ക് പെണ്ണ് കയറണോ? ആരെയാണ് നിങ്ങൾ പറഞ്ഞയച്ചത്? ആരെയാണ്? രഹ്ന ഫാത്തിമയെ പോലെ ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ നിങ്ങൾ പറഞ്ഞയക്കുമ്പോ ഞങ്ങൾ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുന്നില്ല. പക്ഷേ നിലപാടുകളെ വിമർശനാത്മകമായി വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ആ വിമർശനം ഒരിക്കലും പരിഹാസ്യത്തിന്റെ നിലപാടുകളാകരുത്. ഇവിടുത്തെ യുക്തിവാദികളെ പോലെ യുക്തിവാദികൾ മതത്തെ ചോദ്യം ചെയ്യട്ടെ, യുക്തിവാദികൾ മതത്തെ വിമർശിക്കട്ടെ. പക്ഷേ പരിഹാസത്തിന്റെ മുസ്ലിം ഫോബിയയെ പരത്തുന്ന ഏർപ്പാട് കേരളത്തിലെ യുക്തിവാദികൾ എടുക്കുന്നു, ജബ്രകളുടെ അനുയായികൾ എടുക്കുന്നു. അവരാണ് മതത്തെ വെല്ലുവിളിക്കുന്നത്. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന് സമീപകാലത്ത് നിങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരിക്കലും അവരുടെ മതമെന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്, അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ്, അവരുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളയാണ്. യൂട്യൂബിലൊക്കെ ഏറ്റവും നല്ല സെലിബ്രിറ്റി യുക്തിവാദികളെ നിങ്ങൾ പഠിക്ക്. ആരാണ് ഈ യുക്തിവാദികളെ സ്പോൺസർ ചെയ്യുന്നത്? ഇസ്ലാമിനെ പ്രത്യയശാസ്ത്രപരമായി ശരിയാക്കാൻ, മുഹമ്മദുർ റസൂലുള്ളയെ പരിഹസിക്കാൻ, വിശുദ്ധ ഖുർആനെ വെല്ലുവിളിക്കാൻ യുക്തിവാദത്തിന്റെ ഈ സെലിബ്രിറ്റി പ്രസംഗകരെ സ്പോൺസർ ചെയ്യുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുക, ഭൂരിപക്ഷ വർഗീയതയേക്കാൾ ഭീകരം ന്യൂനപക്ഷ തീവ്രവാദമാണ് എന്ന് തെരുവുകളിൽ പറഞ്ഞ് കയ്യടി നേടുക. എത്രമേൽ അക്രമാസക്തമായ സിദ്ധാന്തമാണിത്! എത്രമേൽ ഭീകരമായ തിയറിയാണിത്! രാജ്യത്തിൽ RSSനേക്കാൾ ഭീകരം ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവാകുന്ന രാഷ്ട്രീയ ദുരന്തത്തിന്റെ നടുവില ഞങ്ങൾ ഈ യോഗം നടത്തുന്നത്. ഞങ്ങൾ ഇതിനെ ഓഡിറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ യുക്തിവാദികൾ ചെയ്യുന്ന പോലെ ഈ പൊക്കിരിത്തരം ആ യുക്തിവാദികളെ സ്പോൺസർ ചെയ്യുന്നതും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരാണ് എല്ലാ ലീഗിനെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ സിജിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. എന്താ സിജിയുടെ പ്രശ്നം? അവരുടെ ഒന്നാമത്തെ പ്രശ്നം അവർ കോഴിക്കോട്ടങ്ങാടിയിലാണ് എന്നുള്ളതാണ്. കോഴിക്കോട്ടങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നു. കൊടുവള്ളിക്കാരെ, നിങ്ങൾ സ്വർണ്ണ കച്ചവടം നടത്തിക്കോ, കോഴിക്കോട്ടെ കോയമാരെ നിങ്ങൾ കോഴി ബിരിയാണി വിളമ്പിക്കോ, പക്ഷേ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനുള്ള പ്രബുദ്ധതയൊന്നും നിങ്ങൾക്കായിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറയുന്നു. അങ്ങനെ പറയുന്നു. അപ്പോൾ അവർ ചോദ്യം ചെയ്യുന്നു. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന സിജി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, സിജിയെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് പൊള്ളും. 210 കടമ്പ കടക്കാൻ പാടുപെട്ട മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ സിജിയുടെ മലപ്പുറത്തെ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. 210 കടമ്പ കടക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് വിജയഭേരിയുടെ പ്രൊജക്ട് ഉണ്ടാക്കി കൊടുത്തത് സിജി എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പരിശീലന സംഘമാണത്. കരിയർ ഗൈഡൻസിനപ്പുറം മറ്റൊരു അജണ്ടയില്ലാത്ത ഓർഗനൈസേഷൻ. ഇനി നിങ്ങൾക്ക് അതിന്റെ അടിമന്തിയിട്ട് അതിന്റെ ഫൗണ്ടറെ തേടണോ? ആരാണ് അതിന്റെ ഫൗണ്ടർ? ഡോക്ടർ KM അബൂബക്കർ എന്ന് പറയുന്ന ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കൊളീഗ് ആരാണെന്ന് നിങ്ങൾ അറിയുമോ? അദ്ദേഹത്തിന്റെ കൊളീഗ് ഒരു ജിഹാദിയല്ല, ഒരു തീവ്രവാദിയല്ല, APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല ഉറക്കം, നിങ്ങളുടെ ഉറക്കത്തെ ശല്യം ചെയ്യുന്ന ആശയങ്ങളാണ് നിങ്ങളുടെ ഉറക്കമെന്ന് ഇന്ത്യക്കാരനെ പഠിപ്പിച്ച, നാസയെ പോലും അത്ഭുതപ്പെടുത്തിയ ഇന്ത്യയെ അഭിമാനമായ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ. നാസ പറഞ്ഞു, അമേരിക്ക പറഞ്ഞു, കലാമേ നിങ്ങൾ വന്നേക്കുക, അമേരിക്കയിലേക്ക് വന്നേക്കുക, ഭൂമിയിലെ സ്വർഗമാണ് അമേരിക്ക. നിങ്ങൾ എന്തിനാണ് ഈ ദാരിദ്ര്യത്തിന്റെ നാട്ടിൽ നിൽക്കുന്നത്? നിങ്ങൾ നാസയിൽ വന്നാൽ നാഷണൽ എയറോസ്പേസ് അസോസിയേഷൻ എന്ന് പറയുന്ന ലോകത്തെ അമേരിക്ക നിയന്ത്രിക്കുമ്പോൾ നാസയുടെ അഹങ്കാരത്തിലാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. സ്റ്റാർ വാറിന് വേണ്ടി അമേരിക്കയെ പ്രാപ്തമാക്കുന്ന ഓർഗനൈസേഷൻ നാസയാണ്. ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ അമേരിക്കക്ക് നട്ടെല്ല് കൊടുക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഓർഗനൈസേഷനിലേക്ക് APJ അബ്ദുൽ കലാമിനെ ക്ഷണിക്കുമ്പോ APJ പറഞ്ഞത് ശരിയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ്, മിസ്റ്റർ പ്രസിഡന്റ്, ഡ്യൂ റെസ്പെക്ട്, നിങ്ങളോടുള്ള എല്ലാ ആദരവോടെയും നിങ്ങളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ അമേരിക്കയിലേക്ക് വരുമ്പോ ഞാൻ വിട്ടേച്ചു പോരുന്നത് പൊക്കിൽ കുടി ബന്ധത്തെയാണ്. നിങ്ങൾ എനിക്ക് തരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് എനിക്കറിയാം.
ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞന് കിട്ടുന്ന പ്രൊഫൈലിനേക്കാൾ ഏറ്റവും വലിയ പ്രൊഫൈലാണ് നാസയിലെ ഒരു സയന്റിസ്റ്റിന് കിട്ടുന്ന പ്രൊഫൈല്. എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ ഉണ്ടാകുമ്പോ അദ്ദേഹം പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുവള്ളിയിലെ യൂത്ത് ലീഗിന്റെ യോഗത്തിൽ നാസയിലെ ശാസ്ത്രജ്ഞന് എല്ലാ വിഭവ സമൃദ്ധമായ അധികാരത്തിന്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ നിന്നു എന്ന് ഞാനിവിടെ വിശദീകരിക്കുമ്പോ ഞാനിവിടെ പറയാൻ ഒരു കാര്യമുണ്ട്. ആനുകൂല്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി പോകുന്ന വംശപരമ്പരയിൽ ജീവിച്ച ഒറ്റുകാരന്മാരൊക്കെ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് നാസയെ പോലെ ഒരു ശാസ്ത്ര സ്ഥാപനം നിങ്ങൾ വരൂ എന്ന് പറഞ്ഞപ്പോ ഞാനില്ല എന്ന് പറഞ്ഞത്. അങ്ങോട്ട് പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് ഒരു MLA ആകാനല്ല അദ്ദേഹത്തെ വിളിച്ചത് എന്നുകൂടി ഞാൻ കൊടുവള്ളിയിലെ വേണ്ടപ്പെട്ട ഏമാനന്മാരോടും മിടുക്കന്മാരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എന്റെ നാടിന്, എന്റെ ഈ നാടിന്റെ ഹൃദയമിടിപ്പിന്റെ കൂടെ ഞാനുണ്ടാകും എന്ന് പറഞ്ഞ APJ അബ്ദുൽ കലാമിന്റെ കൂടെ ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ബാർക്കിൽ തന്റെ കൊളീഗായി ജോലി ചെയ്ത ഡോക്ടർ KM അബൂബക്കർ എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യൻ, അദ്ദേഹമാണ് സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ, സിജി എന്ന് പറയുന്ന ഓർഗനൈസേഷന് രൂപം കൊടുത്തത്. എന്താണ് സിജി ചെയ്ത ഏറ്റവും വലിയ സംഭാവന? റോട്ടറി ക്ലബിലെ കുലീനരായ രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് മാത്രം കിട്ടിയിരുന്ന ഈ എഫക്റ്റീവ് എക്സാമിനേഷൻ ഷുവർ ഹിറ്റ് എന്ന് പറയുന്ന മൊഡ്യൂള് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടി. ലയൺസ് ക്ലബിലെ കുലീനന്മാരായ സൊസൈറ്റിയിൽ മാത്രം കിട്ടിയിരുന്ന എഫക്റ്റീവ് പാരന്റിംഗ് എന്ന് പറയുന്ന രക്ഷാകർതൃത്വത്തിന്റെ ട്രെയിനിങ്ങിനെ ഈ കുലീനതയിൽ നിന്ന് അവർ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇറക്കിക്കൊണ്ടുപോയി. ഹൗ ടു ഫേസ് എക്സാമിനേഷൻ എന്ന് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്തു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മലബാറിന്റെ കുതിപ്പിന്, വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത NGOയുടെ പേരാണ് സിജി. ആ സിജിയാണ് മലപ്പുറത്ത് വിജയപേരി കൊടുക്കുന്നത്. ഏതു മലപ്പുറം? രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സംഘാടകർ ഒരുക്കിയ പരിഭാഷകൻ വേദിയിലുണ്ട്. രാഹുൽ പറഞ്ഞു, എനിക്ക് ആ പരിഭാഷകന് വേണ്ട, ഞാൻ സദസ്സിനോട് ചോദിക്കാം. എടക്കരയിലെ സ്കൂളില് അവിടുത്തെ കുട്ടികളോട് 16-17 വയസ്സുള്ള +1 കുട്ടികളോടാണ് രാഹുൽ ചോദിക്കുന്നത്. Can you ready to translate my speech? Are you ready? സദസ്സിൽ നിന്നൊരു പെൺകുട്ടി 2 വട്ടം ആലോചിക്കാതെ yes sir, I can, എനിക്ക് സാധിക്കും, I cannot എന്ന് പറഞ്ഞു പഠിച്ച് പരിശീലിച്ച ഒരു സമുദായം. മഹാനായ CHന്റെ ചരിത്രത്തിൽ, ജീവചരിത്രത്തിൽ പറയുന്നില്ലേ, മലപ്പുറത്തിന്റെ തെരുവിലൂടെ അദ്ദേഹം മന്ത്രിയായി സഞ്ചരിക്കുന്ന ഒരു കാലം. ഗവൺമെന്റ് കോളേജിന്റെ മുറ്റത്ത് കവാടത്തിലെത്തിയപ്പോ അദ്ദേഹം വണ്ടി നിർത്താൻ പറയുന്നു. കോളേജ് വിട്ട് കുട്ടികൾ പോകുന്ന സന്ദർഭം. ആ കവാടത്തിലേക്ക് നോക്കി CH ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. CHന്റെ കണ്ണുകൾ നിറയുകയാണ്. അന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോ കൂടെയുള്ള സഹപ്രവർത്തകർ ചോദിച്ചു, പ്രിയപ്പെട്ട ആ റാങ്ക് ചോദ്യപേപ്പർ ചോർത്തിയിട്ടാണ്. 99% മലപ്പുറത്തെ കുട്ടികൾ ജയിച്ചു നിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ A+ ഉള്ള കുട്ടികളായി മലപ്പുറത്തെ കുട്ടികൾ മാറിയപ്പോ നിങ്ങൾ പറഞ്ഞതെന്താണ്? മലപ്പുറത്തെ ഗവൺമെന്റ് സ്കൂളിന്റെ വരാന്തയിൽ നിൽക്കുന്ന പോത്തിനും അബ്ദുൾ റബ്ബ് ഫുൾ A+ന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവസാനം നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി വന്നു. ആര്? രവീന്ദ്രനാഥ്. ആരാ രവീന്ദ്രനാഥ്? പ്രൊഫസർ രവീന്ദ്രനാഥ് സുഗതനെ പോലെ മറ്റൊരു പരിഷ്കർത്താവാണ്. രവീന്ദ്രനാഥിനെ നിങ്ങൾക്ക് എവിടെയും SFIയിൽ കാണാൻ പറ്റൂല. SFIയിലൂടെ വന്ന് DYFIയിലൂടെ വന്ന് CPMന്റെ കേഡറായി MLA ആയി ക്യാബിനറ്റിൽ വരുന്ന ആളാണ്. ഞാനിവിടുത്തെ പൊതുപ്രവർത്തനം ശ്രദ്ധിക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു നേതാവിനെ CPMന്റെ കേഡറിൽ കണ്ടിട്ടുണ്ടോ? ബാല്യകാലത്ത് ഇല്ലല്ലോ. അദ്ദേഹം ABVP-കാരനായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോ ABVP-യുടെ ചെയർമാൻ ആയിരുന്നു. ഓം ഭാരത് മാതാ കി ജയ്, ഓം ABVP കി ജയ് എന്ന് വിളിച്ച് RSSന് വേണ്ടി പ്രവർത്തിച്ച, ABVP-ക്ക് വേണ്ടി പ്രവർത്തിച്ച രവീന്ദ്രനാഥ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രൊഫസർഷിപ്പിന്റെ അലങ്കാരത്തോടെ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ കേരളത്തിലെ 10ാം ക്ലാസിന്റെ റിസൾട്ട് വന്നപ്പോ, +2ന്റെ റിസൾട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ A+കാരുടെ കണക്ക് വന്നു. കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തല്ല, അക്ഷര നഗരമായ കോട്ടയത്തല്ല, സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലല്ല, ഏറ്റവും കൂടുതൽ A+കാരുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് എന്ന കണക്ക് വന്നപ്പോ രവീന്ദ്രനാഥിന്റെ കാലത്തും മലപ്പുറത്തെ സ്കൂളിന്റെ ഇറയത്ത് കയറി നിന്ന പോത്തിന് ഫുൾ A+ കൊടുത്തു എന്ന് നിങ്ങൾ പറയുമോ? ഒരു കമ്മ്യൂണിറ്റിയുടെ ഉയർപ്പിനെ, ഒരു കമ്മ്യൂണിറ്റിയുടെ നവോത്ഥാനത്തെ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സമൂഹത്തിന്റെ പുരോഗതിയെ നിങ്ങൾ RSSനെ പോലും വെല്ലുന്ന വിധത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുമ്പോ, അപവദിക്കാൻ ശ്രമിക്കുമ്പോ
ഞങ്ങൾ ഉജ്ജ്വലമായ ഒരു അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ ഭൂമികയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഈ മണ്ണിൽ ജീവിക്കണോ എന്ന ചോദ്യത്തിന്റെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ മണ്ണിൽ നിന്ന് നമ്മൾ ആട്ടിയോടിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും അപ്പാപ്പന്മാരും ശ്രമിക്കുമ്പോൾ രാജ്യത്തിലെ ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയല്ല. രാജ്യത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ റൈസിന ഹിൽസിലെ കൊട്ടാരമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. റൈസിന ഹിൽസിലെ കൊട്ടാരത്തിലിരിക്കുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന RSSകാരനാണ്. പ്രധാനമന്ത്രിയുടെ ക്യാബിനിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദി എന്ന RSSന്റെ ആഫീസിൽ ചായ വാർന്നവനാണ്. ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് അമിത്ഷാ എന്ന ഗുണ്ടയാണ്. സുപ്രീം കോടതിയുടെ തലപ്പത്തിരുന്ന് ആർഡർ 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 എന്ന് പറഞ്ഞ് ഉത്തരവ് പ്രഖ്യാപിക്കുന്നത് ആരാണ്? RSSന്റെ രാഷ്ട്രീയത്തോട് പ്രോ പറയുന്ന SS ബോബ്ഡയെ പോലുള്ള ന്യായാധിപന്മാരാണ്. നിരാശപ്പെടേണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് നിരാശപ്പെടാൻ ന്യായമില്ല. 2021 നമ്മൾ ജീവിക്കുന്നത്. 2021 നിന്ന് നമ്മൾ കാതുകൾ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു നൂറ്റാണ്ടിന്റെ പിന്നിലേക്കൊന്ന് നടന്നുപോയാൽ വാരിയംകുന്നത്ത് കുഞ്ഞാമദാജിയെ കാണാം, 21 പോരാളികളെ കാണാം, ലവക്കുട്ടിയെ കാണാം, അലി മുസ്ലിയാരെ കാണാം. 100 കൊല്ലം പിന്നോട്ട് നടന്നാൽ ചോര ഉയർപ്പൊട്ടുന്ന ചരിത്രത്തിന്റെ രണമുഹൂർത്തത്തിൽ രക്തസാക്ഷിത്വത്തിലൂടെ അമരത്വം പുൽകിയ ധീരന്മാരായ രക്തസാക്ഷികൾ. ഞാൻ വരുന്നത് തിരൂരിൽ നിന്നാണ്. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പാഞ്ഞുപോയ വാഗണിൽ ഞെരിഞ്ഞമർന്ന് ശ്വാസം മുട്ടി കൊല ചെയ്യപ്പെട്ട മനുഷ്യരെ കാണാം. അവർ വിളിച്ച മുദ്രാവാക്യം സ്വാതന്ത്ര്യമെന്നാണ്. ഇപ്പോൾ ഇവിടെ നസീഫിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഈ തെരുവിൽ വിളിക്കുന്ന മുദ്രാവാക്യം ആസാദി എന്നാണ്. സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യത്തിന്റെ ഭാഷാന്തരം മാത്രമാണ് ആസാദി എന്ന് പറയുന്നത്. ഈ നിയോജക മണ്ഡലത്തിന്റെ MLAയുടെ പണി എന്താണ്? വരാൻ പോകുന്ന MLAയുടെ പണി എന്താണ്? ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ, എത്ര പേർക്ക് നിങ്ങളുടെ കയ്യിലെ വോട്ടർ പട്ടിക, നിങ്ങളുടെ കയ്യിലെ ലൈസൻസ്, നിങ്ങളുടെ കയ്യിലെ ഡ്രൈവിംഗ് രേഖ, നിങ്ങളുടെ കയ്യിലെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിലെ റേഷൻ കാർഡ്, നിങ്ങളുടെ കയ്യിലെ പാസ്പോർട്ട്, നിങ്ങളുടെ കയ്യിലെ ആധാർ കാർഡ്, എനിക്ക് ഓർമ്മയുള്ള 6-7 രേഖകളാണ് ഞാൻ പറഞ്ഞത്. ഈ രേഖയിലെല്ലാം എൻ്റെ പേരുകൾ കൃത്യമാണ്, എൻ്റെ ഇനീഷ്യൽ കൃത്യമാണ്, എൻ്റെ സ്പെല്ലിംഗ് കൃത്യമാണ് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേർ ഈ സദസ്സിലുണ്ടാകും? ഈ അങ്ങാടിയിലുണ്ടാകും. ഞാൻ ലീഗുകാരോട് മാത്രമല്ല ചോദിക്കുന്നത്, ഈ അങ്ങാടിയിലുണ്ടാകും, ഈ സദസ്സിലുണ്ടാകും. നിങ്ങൾക്ക് കൈപ്പൊക്കാൻ സാധിക്കുമോ? നിങ്ങൾ കൈപ്പൊക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാര്യം എനിക്ക് കൈപ്പൊക്കാൻ പറ്റില്ല. എൻ്റെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ അതേ സ്പെല്ലിംഗ് അല്ല